ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പ്രോസസ്സ്, എന്താണ് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക്, എന്താണ് ത്രെഡും പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ്, ഈ 3 ചെറിയ ടോപ്പിക്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ്, എന്താണ് പ്രോസസ്സ്? പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഇൻ എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാം നമുക്കറിയാം, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പ്രോഗ്രാം ആകാം, C++ പ്രോഗ്രാം ആവാം, ജാവ പ്രോഗ്രാം ആവാം, ഏത് രീതിയിലുള്ള ഒരു വേർഡ് പ്രോഗ്രാം ആവാം. ആ ഒരു പ്രോഗ്രാമിനെ നമ്മൾ എക്സിക്യൂഷനിലേക്ക് കൊണ്ടുപോകുന്നു, അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നു. ആ ഒരു സ്റ്റേജിൽ നമ്മൾ പറയുന്ന പേരാണ് പ്രോസസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പാസീവ് എൻറ്റിറ്റി ദാറ്റ് ഈസ് സ്റ്റോർഡ് ഓൺ എ ഡിസ്ക്. ഇപ്പോൾ പ്രോഗ്രാം എപ്പോഴും നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഡ്രൈവുകളിൽ ഏതിലേലും ആയിരിക്കും. അതായത് അതൊരു ഡിസ്കിലായിരിക്കും, ഹാർഡ് ഡിസ്കിലായിരിക്കും. ഹാർഡ് ഡിസ്കിന് ഡിഫറെൻറ്റ് പാർട്ടീഷൻസ് ആണ് നമ്മൾ ഓരോ ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാസീവ് എൻറ്റിറ്റി, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡിസ്കിനകത്തായിരിക്കും. പ്രോസസ്സ് ഈസ് എൻ ആക്റ്റീവ് എൻറ്റിറ്റി. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് എക്സിക്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കുന്ന ഒരു ഫയൽ, അല്ലെങ്കിൽ അത് എക്സിക്യൂഷനിലിരിക്കുന്നു, അതിനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോഗ്രാം നമ്മൾ എക്സിക്യൂഷന് വേണ്ടിയിട്ട് മെയിൻ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുന്നു. പ്രോസസ്സ് എവിടെയായിരിക്കും ഇരിക്കുന്നത്? എക്സിക്യൂഷന് വേണ്ടിയിട്ട് മെയിൻ മെമ്മറിയിലായിരിക്കും ഇരിക്കുന്നത്. ഓരോ പ്രോസസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോസസ്സ് ഇൻ മെയിൻ മെമ്മറി കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ പാർട്സ്. ഒരു പ്രോസസ്സിന് എന്തൊക്കെ പാർട്സ് ഉണ്ട്? അതിൽ ഫസ്റ്റ് വരുന്നത് ടെക്സ്റ്റ് സെക്ഷൻ, രണ്ടാമത്തെ ഡേറ്റ സെക്ഷൻ, മൂന്നാമത്തെ ഹീപ്പ് സെക്ഷൻ, നാലാമത്തെ സ്റ്റാക്ക് സെക്ഷൻ. അതിൽ ടെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടെയ്ൻ ദ പ്രോഗ്രാം കോഡ്. ഒരു പ്രോഗ്രാമിൻ്റെ കോഡിനെയാണ് നമ്മൾ ടെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ആ പ്രോഗ്രാമിനകത്ത് വരുന്ന സ്റ്റാറ്റിക് ഡേറ്റ അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഡേറ്റ സെക്ഷൻ. ഇനി വരുന്ന രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ സ്റ്റാക്കും ഹീപ്പുമാണ്. അതിനൊരു പർട്ടിക്കുലർ സൈസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിങ്ങനെ ഗ്രോ ചെയ്യുകയോ ഷ്രിങ്ക് ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് ഒരു ആരോ മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാക്ക് താഴേക്ക് അതിൻ്റെ സൈസ് കൂടാം, അതേപോലെ ഹീപ്പ് മുകളിലേക്ക് പോകുന്തോറും സൈസ് കൂടാം. സ്റ്റാക്ക് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ സ്റ്റോറിങ് ടെമ്പററി ഡേറ്റ. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ കോളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷനെ കുറിച്ച് ഇപ്പം നമ്മളെവിടെ ഏത് സ്റ്റേറ്റ്മെൻറ്റിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണോ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. നമ്മളൊരു പ്രോഗ്രാമിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം നോർമലി നടക്കുന്ന കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ എവിടെയാണോ നമുക്ക് പോവേണ്ടത് അവിടുത്തെ അഡ്രസ്സ് എടുക്കുന്നു, അത് വെച്ച് പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യുന്നു. തിരിച്ച് അത് എക്സിക്യൂഷൻ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റിട്ടേൺ ബാക്ക് ടു ദി മെയിൻ പ്രോഗ്രാമിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പാരാമീറ്റേഴ്സ്, റിട്ടേൺ അഡ്രസ്സ്, ലോക്കൽ വേരിയബിൾസൊക്കെ ആയിരിക്കും നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിക് ഡേറ്റ സ്ട്രക്ചറാണ്. നമ്മൾ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് കറക്റ്റ് സൈസൊക്കെ പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഹീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ്. കാരണം അത് റൺ ടൈമിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ കറക്റ്റ് സൈസ് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കാം. അത് ഡൈനാമിക് ആണ്, അതിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രോസസ്സ്. എന്താണ് പ്രോസസ്സിനെ കുറിച്ച് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് എഴുതാൻ പറയുവാണെങ്കിൽ നമ്മൾ ഇത്രയും പോയിൻറ്റ്സാണ് നോക്കേണ്ടത്. അപ്പോൾ മെയിനായിട്ടും ഒരു പ്രോസസ്സിൻ്റെ അകത്ത് 4 സെക്ഷൻസ് ഉണ്ട്. ടെക്സ്റ്റ് സെക്ഷൻ, ഡേറ്റ സെക്ഷൻ, സ്റ്റാക്ക് സെക്ഷൻ ആൻഡ് ഹീപ്പ് സെക്ഷൻ. ഈ ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്ന അപ്പോൾ എന്താണ് പ്രോസസ്സ്, അതിനകത്ത് ഏതൊക്കെ പാർട്സ് ഉണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക്. പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രോസസ്സിനും അതിൻ്റേതായ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യാനുണ്ടാവും. അത് സ്റ്റോർ ചെയ്യുന്ന ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓരോ പ്രോസസ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു PCB അല്ലെങ്കിൽ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടായിരിക്കും. PCBക്കകത്ത് സ്റ്റോർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഫർമേഷൻ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് പ്രോസസ്സ്. ഓരോ പ്രോസസ്സിനും ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നു. ഈ PCB നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു മെമ്മറി ഏരിയയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം നോർമൽ യൂസർ ആക്സസ്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു യൂസറിന് ഈ PCB ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ ഇങ്ങനെ ഓരോ പ്രോസസ്സിനും അസോസിയേറ്റഡ് ആയിട്ട് ഒരു പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടായിരിക്കും. ആ പ്രോസസ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഒരു PCBയിൽ വരുന്നതെന്നാണ് ഈ ഒരു ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. സോ PCB പഠിക്കുമ്പോൾ നമ്മൾ ആ ഫിഗർ നോട്ട് ചെയ്യണം. അതിനകത്ത് എന്തൊക്കെയാണ് പ്രോസസ്സ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പം നിലവിൽ ആ പ്രോസസ്സിൻ്റെ സ്റ്റേറ്റ് എന്താണ്, പ്രോസസ്സ് റെഡിയാണോ, ക്രിയേറ്റ് ചെയ്തതേ ഉള്ളോ, അല്ലെങ്കിൽ റെഡി മീൻസ് റെഡി ഫോർ എക്സിക്യൂഷൻ. ദെൻ ആ പ്രോസസ്സ് റണ്ണിങ് സ്റ്റേജിലാണോ, അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഏതെങ്കിലും IO ഡിവൈസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണോ, അല്ലെങ്കിൽ ടെർമിനേഷൻ സ്റ്റേജിലാണോ, അങ്ങനെ ഏത് സ്റ്റേജിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലോക്കാണ് പ്രോസസ്സ് സ്റ്റേറ്റ്. ദെൻ പ്രോസസ്സ് നമ്പർ, ഓരോ പ്രോസസ്സിനും അസോസിയേറ്റ് ചെയ്തൊരു പ്രോസസ്സ് ID ഉണ്ടായിരിക്കും. എന്നാൽ മാത്രമാണ് നമുക്ക് ഏത് പ്രോസസ്സാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് പ്രോഗ്രാം കൗണ്ടർ. നമുക്കറിയാം ഇറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ്. അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ദെൻ വരുന്ന CPU രജിസ്റ്റേഴ്സ് എപ്പോഴും നമുക്കറിയാം ടെമ്പററി സ്റ്റോറേജ് ഏരിയ ആണ്, ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ മെമ്മറി മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ, മെമ്മറി ഏത് പ്രോസസ്സിനാണോ മെമ്മറി അലോക്കേറ്റ് ചെയ്തോ അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസാണ് മെമ്മറി അലോക്കേറ്റഡ് ടു ദി പ്രോസസ്സ്. ദെൻ ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസിനെ കുറിച്ചുള്ള ഒരു ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ്. ദെൻ CPU ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻ. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മോർ ദാൻ വൺ പ്രോസസ്സ് എക്സിക്യൂഷന് വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ അതിൽ നിന്ന് ആരെ സെലക്ട് ചെയ്യും, അതാണ് ഷെഡ്യൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന് ഷെഡ്യൂളിംഗ് ഇൻഫർമേഷൻസ്. ദെൻ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ട് ടൈം എപ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ ടൈം ലിമിറ്റ് എപ്പോഴാണ്, എന്തോരം എമൗണ്ട് ഓഫ് CPU യൂസ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൽ വരുന്നത്. അപ്പോൾ ഇതാണ് പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക്. ഓരോ പ്രോസസ്സിനും അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡ് എന്താണെന്നാണ്. പ്രോസസ്സും ത്രെഡും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഇപ്പോൾ പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ത്രെഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സബ് സെക്ഷൻ, അതിനാണ് നമ്മളൊരു ത്രെഡ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം. ദെൻ സിംഗിൾ ത്രെഡും ഉണ്ട്, മൾട്ടി ത്രെഡും ഉണ്ട്. സിംഗിൾ ത്രെഡ് ഓഫ് കൺട്രോൾ അലൗസ് ദ പ്രോസസ് ടു പെർഫോം ഓൺലി വൺ ടാസ്ക് അറ്റ് എ ടൈം. ഒരു സിംഗിൾ ടാസ്ക്കാണ് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ സിംഗിൾ ത്രെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ മൾട്ടി ത്രെഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, മൾട്ടിപ്പിൾ പാർട്സ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടാസ്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ മൾട്ടി ത്രെഡിങ് എന്ന് പറയുന്നത്. മോസ്റ്റ് മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എല്ലാം മൾട്ടി ത്രെഡിങ് സപ്പോർട്ട് ചെയ്യുന്നു. മോർ ദാൻ വൺ ടാസ്ക് അറ്റ് എ ടൈം, അതാണ് മൾട്ടി ത്രെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ത്രെഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രോഗ്രാം. ദെൻ ത്രെഡ് എന്താണെന്ന് ഒരു ഡെഫിനിഷനോട് പറഞ്ഞിട്ടുണ്ട്. ത്രെഡ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് CPU യൂട്ടിലൈസേഷൻ കൺസിസ്റ്റിംഗ് ഓഫ്. ഈ ത്രെഡിനകത്ത് എന്തൊക്കെയുണ്ട്, ഒരു പ്രോഗ്രാം കൗണ്ടർ, ഒരു സ്റ്റാക്ക്, ഒരു സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ത്രെഡ് ID. ഇപ്പോൾ നമ്മൾ പ്രോസസ്സിന് പറഞ്ഞു കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടെന്ന്, അതുപോലെ തന്നെ ഓരോ ത്രെഡിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, ഒരു സ്റ്റാക്ക് ഉണ്ട്, ദെൻ സെറ്റ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ ത്രെഡ് ID ഉണ്ട്. ഇനി ഈ ഒരു ഫിഗർ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമുക്ക് മെയിനായിട്ടും 2 ടൈപ്സ് ഓഫ് ത്രെഡാണുള്ള, സിംഗിൾ ത്രെഡഡും മൾട്ടി ത്രെഡഡും. ഇപ്പോൾ സിംഗിൾ ത്രെഡഡ് എന്ന് വെച്ചാൽ അറ്റ് എ ടൈം ഒരു ടാസ്ക്കാണ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ മൾട്ടി ത്രെഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം മോർ ദാൻ വൺ ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഒരു സിംഗിൾ ത്രെഡഡ് പ്രോസസ്സും മൾട്ടി ത്രെഡഡ് പ്രോസസ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ഈ ഒരു ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ത്രെഡിനും ഓരോ പാർട്സ് ഓഫ് ദി പ്രോഗ്രാം, അതിനാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. ഓരോ ത്രെഡിനും കറസ്പോണ്ടിങ് ആയിട്ട് കോഡ്, രജിസ്റ്റേഴ്സ്, സ്റ്റാക്ക് എല്ലാം ഉണ്ടാവും. അതാണ് ഈ ഒരു ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രോസസ്സ് എന്താണ്, ദെൻ പ്രോസസ്സ് കൺട്രോൾ ബ്ലോക്ക് എന്താണ്, അതേപോലെ ത്രെഡ് എന്താണ്. താങ്ക്